ഒരു വശത്ത് ട്രംപിന്റെ താരിഫ് യുദ്ധം മുറുകുമ്പോൾ മറുവശത്ത് 8500-ലധികം ഇന്ത്യക്കാർക്ക് വിസ നൽകിയിരിക്കുകയാണ് ചൈന. ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷം ഇന്ത്യൻ പൗരന്മാർക്ക് 8500-ലധികം വിസകൾ അനുവദിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ചൈനീസ് എംബസി പുറത്തുവിട്ടത്. കൂടാതെ ഇന്ത്യ, ചൈന ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഈ സുപ്രധാന നീക്കമെന്നാണ് വ്യക്തമാക്കുന്നതും. കൂടാതെ ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ സു ഫെയ്ഹോങ് കൂടുതൽ ഇന്ത്യക്കാരെ ചൈന സന്ദർശിക്കാൻ ക്ഷണിച്ചുകൊണ്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ നയതന്ത്ര സംഘർഷങ്ങൾക്കിടയിലും സാംസ്കാരിക, ബിസിനസ്, അക്കാദമിക് ഇടപെടൽ വിശാലമാക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും ശ്രമങ്ങൾക്കിടയിലാണ് ഈ കുതിപ്പ് എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. 2025 ഏപ്രിൽ 9 വരെ ഇന്ത്യയിലെ ചൈനീസ് എംബസിയും കോൺസുലേറ്റുകളും ഈ വർഷം ചൈനയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് 8500-ലധികം വിസകൾ നൽകിയിട്ടുള്ളതായും, കൂടാതെ കൂടുതൽ ഇന്ത്യൻ സുഹൃത്തുക്കളെ ചൈന സന്ദർശിക്കാൻ സ്വാഗതം ചെയ്യുകയും ഒപ്പം തന്നെ തുറന്നതും സുരക്ഷിതവും ഊർജ്ജസ്വലവും ആത്മാർത്ഥവും സൗഹൃദപരവുമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ചൈനീസ് അംബാസഡർ സു ഫെയ്ഹോങ് എക്സിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. അതേസമയം ഇന്ത്യക്കാർക്ക് യാത്ര എളുപ്പമാക്കുന്നതിനായി ചൈന നിരവധി വിസ ഇളവുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷകർക്ക് ഇനി ഓൺലൈൻ വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യേണ്ടതില്ല. കൂടാതെ ഇതിനായി ഇപ്പോൾ പ്രവൃത്തി ദിവസങ്ങളിൽ നേരിട്ട് വിസ സെന്ററുകളിലേക്ക് പോകാനും സാധിക്കും. കൂടാതെ ഹ്രസ്വകാല യാത്രക്കാരെ ബയോമെട്രിക് ഡാറ്റ സമർപ്പിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അപേക്ഷാ പ്രക്രിയ വേഗത്തിലാക്കാൻ അപേക്ഷകരെ കൂടുതൽ സഹായിക്കുന്നു. അതേസമയം ഒരു ചൈനീസ് വിസ നേടുന്നതിനുള്ള ചിലവും കുറച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ചൈനയിൽ സീസണൽ ആകർഷണങ്ങളിലേക്കും സാംസ്കാരിക ഉത്സവങ്ങളിലേക്കും ആകർഷിക്കാനുള്ള ശ്രമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് നിലവിൽ ചൈനയിൽ വൈദ്യശാസ്ത്ര മേഖലയിൽ പഠനം നടത്തുന്നത്. കൂടാതെ COVID-19 ശേഷം വിദ്യാർത്ഥി യാത്ര പുനരാരംഭിക്കുന്നത് ഒരു നല്ല സൂചനയായി കാണുന്നുവെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ ചൈന ഇന്ത്യ സാമ്പത്തിക വ്യാപാര ബന്ധം വഴി പരസ്പര നേട്ടവും വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ ഇത് US തീരുവകളുടെ ദുരുപയോഗത്തെ നേരിടുന്നുവെന്നും ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ രണ്ട് വലിയ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നുമാണ് ചൈനീസ് എംബസി വക്താവ് അഭിപ്രായപ്പെടുന്നത്. കൂടാതെ നേരത്തെ കിഴക്കൻ ലഡാക്കിൽ സൈന്യത്തെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഇത് ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള മറ്റൊരു സുപ്രധാന മാറ്റമായാണ് വിസ അനുവദിച്ചതിനെ കാണുന്നത്. അതേസമയം സൈനിക സംഘർഷം ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ തുടരുന്നുണ്ടെങ്കിലും വിസ അനുമതികളിലെ ഈ വർധന ഇന്ത്യ ചൈന ബന്ധത്തെ കൂടുതൽ സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ ചില വിശ്വാസം പുനർനിർമ്മിക്കുന്നതിനും കൂടുതൽ തുറന്നതും സഹകരണപരവുമായ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനും ഇത് ലക്ഷ്യമിടുന്നതായും ചിലർ പറയപ്പെടുന്നു. അതേസമയം നിലവിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സൈനിക സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ യാത്രാ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനുള്ള നീക്കം വളരെ സുപ്രധാനമായാണ് കാണപ്പെടുന്നത്. ഇത് വലിയ അതിർത്തി വ്യാപാര തർക്കങ്ങളിൽ ഔപചാരിക ചർച്ചകൾ തുടരുമ്പോഴും ജനതലത്തിൽ വിശ്വാസം പുനർനിർമ്മിക്കാനുള്ള ഒരു ശ്രമം കൂടി വ്യക്തമാക്കുന്നു. അതേസമയം എല്ലാ രാജ്യങ്ങൾക്കും വ്യാപാര തീരുവ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് ട്രംപ് നിലവിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് വാഷിംഗ്ടണിന്റെ പ്രധാന വ്യാപാര പങ്കാളിയും സാമ്പത്തിക എതിരാളിയുമായ ചൈനയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചൈന പുതുക്കിയ കണക്കുകൾ പ്രഖ്യാപിച്ചത്. US ചൈനീസ് ഇറക്കുമതിക്ക് തീരുവ 145% ട്രംപ് ഉയർത്തിയത്. അതിനാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പുതിയ തീരുവകൾ നിർത്തലാക്കിയിരുന്നു. ഇതിന് പ്രതികാരമായി ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 125% തീരുവ ചുമത്തുകയും ചെയ്തു. കൂടാതെ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ചൈനീസ് എംബസിയുടെ വക്താവ് രണ്ട് വലിയ വികസ്വര രാജ്യങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയും ചൈനയും US താരിഫ് നടപടികൾക്കെതിരെ ഒന്നിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും പറഞ്ഞിരുന്നു.